ക്യാൻസറുടെ തീം യുണൈറ്റഡ് ബൈ യൂണി എന്നതാണ്. SK ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് നടത്തുന്ന അവയർനെസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ നമഃ. ഓം ധരണീധരായ നമഃ. ഓം മഹാഗണപതയേ നമഃ. ഓം ലക്ഷ്യപ്രദായ നമഃ. ഓം ക്ഷിപ്രപ്രസാദനായ നമഃ. ഓം അമോഘസിദ്ധയേ നമഃ. ഓം അമിതായ നമഃ. ഓം മന്ത്രായ നമഃ. ഓം ചിന്താമണയേ നമഃ. ഓം നിധയേ നമഃ. ഓം സുമംഗളായ നമഃ. ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യുന്നതോട് മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ രവി സാറിന്റെ വേദിയിലേക്ക് എന്നുള്ളത് ഒരു അവയർനെസ് പ്രോഗ്രാമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. ലോകത്ത് എല്ലായിടത്തും ഇന്നത് നടക്കുന്നുണ്ട്. 2025 തീം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ യുണൈറ്റഡ് ബൈ യൂണി. കാരണം വെച്ചാൽ ക്യാൻസർ പേഷ്യൻസ് എല്ലാവർക്കും ക്യാൻസറാണ് വരുന്നതെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ ഒരു സ്റ്റോറിയും അവരുടേതായ ഫൈറ്റ്സും എല്ലാം കാണും. രണ്ട് ക്യാൻസർ പേഷ്യൻസ് ഒരുപോലെ ആയിരിക്കില്ല പോകുന്നത്. അവർക്ക് അവരുടേതായ സ്ട്രഗിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വലൈസ് ആയിട്ടുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടീമിൻ്റെ പാർട്ടായിട്ട് വരുന്ന പുതിയ തിങ്കിങ്. അപ്പോൾ അത് ഏത് ഫീൽഡിൽ എന്നുള്ളത് പോലെ സക്സസ് ആണെങ്കിലും എന്താണെങ്കിലും ഓരോ പേഷ്യൻറ്റിനും അവരുടേതായ ഇൻഡിവിജ്വലൈസ് കെയർ കൊടുക്കുക, അല്ലാതെ എല്ലാവർക്കും ഒരുപോലത്തെ കെയർ എന്നുള്ളതല്ല. അവരുടെ കമ്മ്യൂണിറ്റി നീഡ്സ്, അവരുടെ ബാക്കിയുള്ള വേൾഡ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള നീഡ്സും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അതാണ് ഈ യുണൈറ്റഡ് ബൈ യൂണിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ മെമ്പർ ഓഫ് മാനേജ്മെന്റ് CS പിള്ള സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MP സാറിനും ബാക്കി എല്ലാവർക്കും നമസ്കാരം. 2008 വേൾഡ് ക്യാൻസർ ഡിക്ലറേഷൻ്റെ ബേസിസിലാണ് നമ്മളുടെ ഈ 4th ഫെബ്രുവരി വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. എല്ലാവരും ഇത് നടത്തുന്നുണ്ട്, എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഏർലി ഡിറ്റക്ഷൻ, പിന്നെ പ്രിവെൻഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, ഫോളോ അപ്പ്, ഇതൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാമെന്നാണ് ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവയർനെസ് പ്രോഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസും നടത്തുന്നുണ്ട്. ധാരാളം NGOs ഇൻവോൾവ് ആണ്. അവരും പല രീതിയിലും ഇതിൻ്റെ ക്യാമ്പയിൻസും ഇതേപോലെ അവയർനെസ് പ്രോഗ്രാംസും എല്ലാം നടത്തുന്നുണ്ട്. അടുത്തതായി നമുക്ക് ആശംസ അറിയിക്കുന്നു ഡോക്ടർ ശ്യാം സുന്ദർ സർ.
ഏറ്റവും പ്രധാനമായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന പൊതുജനങ്ങളെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് പണ്ട് നേരത്തെ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷങ്ങളോടുകൂടി പല ഗവേഷണത്തിൻ്റെ ഫലമായി നമ്മുടെ ഇൻഫെക്ഷൻ്റെ രീതി അല്ലെങ്കിൽ അതിൻ്റെ തോത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്ന ആരോഗ്യ പ്രശ്നം ക്യാൻസറുകളാണ്. ക്യാൻസറുകൾ, എല്ലാ ക്യാൻസറും ഒരു 10-15 വർഷത്തിന് മുമ്പ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെ അല്ല. ഏകദേശം 80% ക്യാൻസറുകൾ ഇപ്പോൾ ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ചികിത്സിക്കണമെങ്കിൽ പേഷ്യൻസ്, രോഗികൾ ഡോക്ടർമാരുടെ അടുത്ത് വരണം. നമ്മൾ നേരത്തെ വിചാരിച്ചൊന്നും ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ, ചെറുതായിട്ടൊരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, ഒരു മുഴയുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഡോക്ടർമാരെ കാണും. പക്ഷേ ക്യാൻസർ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷണങ്ങളെല്ലാം വളരെ ലേറ്റാണ്. ഒരു വേദന ഉണ്ടാക്കുന്ന ക്യാൻസറുകൾ വരുമ്പോഴത്തേക്കും അത് ചികിത്സയ്ക്ക് അതീതമായി കഴിഞ്ഞിരിക്കും. ഒരു ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ക്യാൻസർ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അത് ചികിത്സിക്കുന്നതിനപ്പുറത്തേക്കായി കഴിയും. അതുകൊണ്ട് ഓരോ ക്യാൻസറിനും അതിൻ്റേതായ യുണീക്കായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. ആ യുണീക്കായിട്ടുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് ഡോക്ടർമാരുടെ അടുത്തെത്തുക, നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ആരോഗ്യ സ്ഥാപനം എന്നുള്ള രീതിയിൽ നമുക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. അനുഭവങ്ങളെ പറ്റി ഞാൻ 2 വാക്ക് സംസാരിക്കുന്നു. പ്ലീസ്. ഹലോ, നമസ്കാരം. ഞാൻ ഇവിടുത്തെ ഒരു പേഷ്യൻ്റാണ്. ഇപ്പോൾ പേഷ്യൻ്റ് പറയാൻ പറ്റില്ല, നല്ല ബെറ്റർ ആയിക്കഴിഞ്ഞു. ഞാൻ അരുണ്ടാക്കുന്ന പേഷ്യൻ്റാണ്. nearly 1 year I started. So we did an operation. So we did 1 year run. But now I'm all good. Because only walking marking is a problem. There is a problem. I'm not better already. So thanks to Dr. Arun, Parnatara. After examination, I'm expecting to make all the problem. So I can partner better. Okay? Thanks to all of you. എന്താണ് യൂണിക്കൽ ബൈ യൂണിക്? എല്ലാവരും നേരത്തെ രവി പറഞ്ഞ പോലെ എല്ലാ പേഷ്യൻസും നമ്മൾ ഓരോരുത്തരും യൂണിക്കാണല്ലേ. ഞാൻ യൂണിക്കാണ്, ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ്, പേഷ്യൻസ് എല്ലാവരും യൂണിക്കാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഥകൾ പറയാൻ കാണും. ഓരോ പേഷ്യൻസും വരുന്നത് അവരവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്, അവരുടേതായിട്ടുള്ള ഫൈനാൻഷ്യൽ സാഹചര്യങ്ങളിൽ നിന്നാണ്, അവരുടേതായിട്ടുള്ള ടെൻഷൻസ് കാണും, വിഷമങ്ങൾ കാണും, ആദികൾ കാണും, അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിനും കാണും. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യം, ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ 5 പേഷ്യൻസ് ഉണ്ടെങ്കിൽ 5 പേരും 5 മാനസികാവസ്ഥയും 5 സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാം കൂടെ നമുക്ക് എങ്ങനെ യുണൈറ്റ് ചെയ്യാം? അതാണ് യുണൈറ്റഡ് ബൈ യൂണിക്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് എയർലി ബൈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. സ്തന സ്വയ പരിശോധന മസ്റ്റായിട്ട് മാസത്തിൽ ഒരിക്കൽ ചെയ്യുക, 25 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സെർവിക്കൽ ക്യാൻസർ. രണ്ടാമതായി കണ്ടുവരുന്ന സെർവിക്കൽ ക്യാൻസർ ഇറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ ടേക്കിംഗ് എ വാക്സിൻ. അത് നമ്മുടെ ഈ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വാക്സിൻ എടുക്കുക. ഇൻ കേസ് ആ ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് HPV വൈറൽ DNA ഡിറ്റക്ഷൻ ടെസ്റ്റ് വഴി ടെസ്റ്റ് ചെയ്യുക. താങ്ക് യു.
അറിയില്ല 2 ദിവസമായി ഭയങ്കര തലവേദനയുണ്ട്. ഇല്ല കുഴപ്പമില്ല, എക്സാം കഴിഞ്ഞ് കാണിക്കാം. എന്തുണ്ടല്ലോ തലവേദന അറിയില്ല, പെട്ടെന്ന് തലകറങ്ങി വീണു. റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തു, പോസിറ്റീവാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏർലി ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവാനൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനം. എനിക്ക് പേടിയാവുന്നു. വേണ്ട, എനിക്ക് എവിടെ പോകണ്ട. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്തിനാ പൈസ മൊത്തം കളയാനോ? ഞാനില്ല മോളെ, അങ്ങനെ പറയില്ല. എത്ര പേരായി നാട്ടിൽ ഇങ്ങനെ ശരിയായിട്ടുള്ളത്? നീ ഇങ്ങനെ തളർന്നു പോലെ മോളെ. ഞാനില്ല, എല്ലാവരും സിമ്പതി വാങ്ങാനാണോ? ഞാനില്ല, ഒരു സ്ഥലത്ത് ഞാൻ വരുന്നില്ല. എന്താ ചെയ്യാ? വേഗ എടോ, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. നിന്റെ അമ്മയും അച്ഛനും ഒക്കെ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ? ഞാൻ ഒരു സ്ഥലത്തില്ല. എന്നെ എന്തിനാ വെറുതെ നീ ട്രീറ്റ്മെന്റിന് എന്താ കൂട്ടാക്കാത്ത? ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്തിനാ വെറുതെ പൈസ കളയാനോ? ഞാനില്ല. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കൗൺസിൽ സെന്ററിലേക്ക് പോവാം, ഒരു കൗൺസിലറിന്റെ അടുത്ത് പോവാം. നിനക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് സംസാരിച്ച് നോക്കി. ക്യാൻസർ ബാധിതർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുക, മറ്റു രോഗികളെ കൂടി ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ ഇന്ന് മെഡിക്കൽ രംഗം സജ്ജമാണ്. ഭയമല്ല, അതിനെ നേരിടാവുന്ന മനക്കരുത്താണ് നമുക്ക് വേണ്ടത്. ക്യാൻസർ രോഗികളെ നമുക്ക് ചേർത്ത് നിർത്താം. ക്യാൻസറിനെതിരെ ബോധവൽക്കരിക്കാനും ഈ മഹാമാരിയെ ഉന്മൂലനം ചെയ്യുവാനും നമുക്ക് ഒന്നിക്കാം.